ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കടയിൽ ഇത്രയും കയറി കിട്ടില്ല. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഡേ 2ൻ്റെ കണ്ടിന്യൂഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പാർട്ട് 1 കാണാത്തവർ അത് കാണണേ. ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ സമയം 12:45. ഇപ്പോഴാണ് ഞങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്. ഞാനും അമ്മയും കൂടെയാണ് പോയി വാങ്ങാമെന്ന് വിചാരിച്ചത്. നമ്മളിപ്പോൾ പാർട്ട് 1 അവസാനിപ്പിച്ചത് പള്ളിയിലൊക്കെ പോയി വന്നിട്ടാണ്. അപ്പം നമ്മളത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഫുഡ് വാങ്ങാൻ വേണ്ടി ഇവിടെ വന്നേക്കാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത് ചോറ്, മോരുചാറ്, പിന്നെ കോളിഫ്ലവറും കടലയും കൂടെ ഉലത്തിയതുണ്ടായിരുന്നു. പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു, കണമ്പേറി ആയിരുന്നു കേട്ടോ മീൻ കറി, അതുണ്ടായിരുന്നു. പിന്നെ തക്കാളിച്ചാറ്, അച്ചാറ്, അങ്ങനെയായിരുന്നു ഇന്നത്തെ മെനു. നല്ല ഫുഡായിരുന്നു കേട്ടോ, മീൻ കറിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. പിന്നെ അതിൻ്റെ ഇടയിൽ ചീട്ട് കളി ഉണ്ടായിരുന്നു. അതൊക്കെ കളിച്ചിട്ട് നമ്മൾ ഫ്രഷായി. ഇനി വൈകിട്ടായപ്പോഴേക്കും നമ്മൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് റെഡി ആയേക്കാണ്. ആദ്യം നമ്മൾ ബീച്ചിലേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ എന്തൊക്കെയോ കുറേ പണിതിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ആദ്യം നേരെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ നേരെ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകിട്ടാകുമ്പോഴേ നമ്മൾ ബീച്ചിലെന്തോ പുലിമുട്ട് പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് രാത്രിയായിട്ട് കാണാൻ പറ്റിയില്ല. അത് വൈകിട്ടാകുമ്പോൾ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ നമ്മളെപ്പോഴും ആദ്യം നേരെ പള്ളിയിൽ പോയിട്ട് പള്ളിയിലൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ബീച്ചിലേക്ക് വന്ന് പിന്നെ അവിടെ നിന്ന് നേരെ റൂമിലേക്ക് വരിക. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വിചാരിച്ചു ആദ്യം നേരെ ബീച്ചിൽ പോയിട്ട് ബീച്ചിൽ നിന്ന് നേരെ പള്ളിയിലേക്ക് പോകാൻ വിചാരിച്ചു. ഇവിടെ ബീച്ചിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ഒന്നും കാണാനും പറ്റില്ല. ഫുള്ള് ലൈറ്റൊക്കെ ആയിരിക്കും. വെള്ളത്തിന് അങ്ങോട്ടേക്ക് ഇറങ്ങാൻ അങ്ങനെയൊന്നും പറ്റില്ല. പിന്നെ ഇറങ്ങാറില്ല, നല്ല ഇറങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആദ്യം ഇപ്രാവശ്യം നേരെ ബീച്ചിലേക്ക് പോവാം. ഇപ്പോൾ ഈ വൈകിട്ടത്തെ ആ വെയിലാണെങ്കിലും വലിയ കുഴപ്പമില്ല, ചൂടുണ്ടെങ്കിലും വലിയ കുഴപ്പമില്ലല്ലോ. കുറച്ച് കാറ്റൊക്കെ ഉള്ളൂ, പിന്നെ റിലാക്സ് ആവാം. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ പോയിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം നേരെ ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് നടന്നത്. പിന്നെ വൈകിട്ട് സമയത്ത് അവിടെ എന്തോ പ്രദക്ഷിണം, ശനിയാഴ്ച എന്തോ പ്രദക്ഷിണം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കൊന്നും അധികം പള്ളിയിൽ അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ബീച്ചിലേക്ക് തന്നെ പോകാൻ വിചാരിച്ചു. പിന്നെ അവിടെ എന്തോ കുറേ പുലിമുട്ടുകൾ പോലെ ഇപ്പോൾ കുറേ പണിതിട്ടിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ പറഞ്ഞത് അതിങ്ങനെ അധികം കടലെടുക്കാതിരിക്കാൻ അങ്ങനെ എന്തോ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറഞ്ഞത്. എനിക്കത് മനസ്സിലായില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെയൊക്കെ കയറി നിൽക്കാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ അറ്റത്തേക്ക് പോകുമ്പോൾ അവിടെ കയറാൻ പറ്റിയായിരുന്നു. ഇതിപ്പോൾ നമ്മളുടെ റൂമിൻ്റെ അവിടെ നിന്ന് വരുന്ന ഒരു വഴിയാണ്. ഇത് നമ്മുടെ പള്ളിയുടെ അവിടെ നിന്നല്ല, കുറച്ചൊന്നും ഇങ്ങോട്ട് മാറിയിട്ടാണ്. അപ്പോൾ ഇവിടെ അധികം തിരക്കില്ല ബീച്ചിലേക്കൊക്കെ പോകാൻ. അങ്ങോട്ടേക്ക് കുറച്ചങ്ങ് നടന്നു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പൊക്കത്തേക്കൊക്കെ കയറാൻ പറ്റും. ഇവിടേക്ക് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓരോ പ്രാവശ്യം വരുന്തോറും ഓരോരോ മാറ്റങ്ങളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് നാളെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടെങ്കിലും 1.5 കൊല്ലം അടുത്തായെങ്കിലും ഇത്രയും വ്യത്യാസം ഇപ്പം തന്നെ ഉണ്ടായി. കടയിൽ ഇത്രയും കയറി കിട്ടില്ല. അല്ല, അവിടെ പുതിയൊരു വഴി വന്നു. നമ്മളിപ്പോൾ വന്നിട്ട് ഏതാണ്ട് 1.5 കൊല്ലത്തിനടുത്ത് കഴിഞ്ഞ ജനുവരിയിൽ വന്നതാണ്. ഇവിടേക്ക് ഇങ്ങനെ റെഡിയാക്കി വരുന്നുള്ളൂ. അങ്ങോട്ട് അറ്റത്തേക്ക് പോകുന്തോറും അവിടേക്ക് റെഡിയായി അതിൻ്റെ പൊക്കത്തേക്കൊക്കെ നമുക്ക് കയറി നിൽക്കാൻ പറ്റും. പിന്നെ ഇവിടെ കുറേ സ്പീഡ് ബോട്ട് പോലെ അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ പുതിയതായിട്ട് വന്നാന്ന് തോന്നുന്നു. അതുപോലെ ഇവിടെ ഒട്ടും തിരയില്ല കേട്ടോ. ഭയങ്കര സേഫായിട്ട് തോന്നി. ഇറങ്ങാനൊക്കെ പറ്റുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അധികം തിര ഇങ്ങനെ ശക്തമായിട്ട് അടിക്കുന്ന ഒരു സ്വഭാവമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത്രയും കരയായിട്ട് തന്നെ നിന്നു. അപ്പോൾ അധികം ഇങ്ങോട്ടേക്ക് കയറി വരാതിരിക്കാനായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, നല്ലതാണ്, സേഫായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഇറങ്ങാനാണെങ്കിലും ഒരുപാട് തിര വരണില്ല. കുറേ ദൂരേക്ക് അങ്ങോട്ട് ഇറങ്ങി പോയിട്ടാണെങ്കിലും നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അവിടേക്കാണെങ്കിൽ അത്ര ആഴമില്ല. ഇതിപ്പോൾ നമ്മൾ ആ കാണുന്ന ഒരു സ്ഥലം പുലിമുട്ട് പോലത്തെ ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ പൊക്കത്തേക്ക് കയറിയതാണേ. ഇവിടെ കയറാൻ ഭയങ്കര തിരക്കുമാണ്. അതിൻ്റെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടോ അവിടേക്ക് അത്ര ആഴമില്ല, ആൾക്കാർ ഇറങ്ങുന്ന സ്ഥലമാണെങ്കിലും.
ഇവിടെ ഭയങ്കര കാറ്റായിട്ട് നല്ല രസമാണ് ഇവിടെ ഇരിക്കാൻ. നല്ലൊരു വൈകിട്ടായപ്പോൾ ആ ഒരു നല്ല വെയിലും നല്ല രസമുണ്ടായിരുന്നു ഇവിടേക്ക് ഇരിക്കാനായിട്ട്. ഓരോ ഇങ്ങനത്തെ പൊക്കത്തുള്ള ഓരോ സ്ഥലത്ത് ആൾക്കാർ കയറാനും ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഇവിടെ കുറേ കല്ലും കട്ടയൊക്കെ ആയതുകൊണ്ട് നടക്കാൻ ഇച്ചിരി പാടാണ്. എന്നാലും നല്ല രസമുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ബീച്ചിൽ ഇറങ്ങാനായിട്ട്. ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റും നമ്മുടെ നൂലിക ബൈ ഹെൽന എന്നുള്ള പേജിൽ നിന്ന് തന്നെ നമ്മുടെ അതിനെ കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മൾ ചീമാട്ടിയിൽ ഇങ്ങനെ സാരിയൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതുണ്ടായിരുന്നില്ലേ, അപ്പോൾ എനിക്കൊരു 50 രൂപ കിട്ടിയൊരു സാരിയാണ് കേട്ടോ ഇത്. അതുകൊണ്ട് ഞാനൊരു കഫ്താൻ തയ്ച്ചതാണ്. എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം പറയണേ. അപ്പോൾ നൂലിക ബൈ ഹെൽന എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം. ഫോളോയും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല നല്ല പ്രൊഡക്ട്സും നല്ല നല്ല ഔട്ട്ഫിറ്റ്സൊക്കെ അതിനകത്തുണ്ട്. കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അവിടെ ബീച്ചിൽ നോക്കിയപ്പോൾ ഇതേപോലത്തെ കുറച്ച് ചെറിയ ചെറിയ വണ്ടികളിലൊക്കെ ഇങ്ങനെ ആൾക്കാർ പിള്ളേരെ വെച്ചിട്ട് നടക്കുന്ന പോലെയൊക്കെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾക്ക് 50 രൂപ എങ്ങാണ്ടാണ് ചാർജ്. പിന്നെ ചെന്ന് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ ഒട്ടകം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. ഒട്ടകത്തിൻ്റെ പുറത്ത് കയറി പോവാനും അങ്ങനെയൊക്കെ പല പല സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. அவருடைய சாவுக்குரிய துன்பங்களை எங்கள் உடலில் சுமந்து செல்கிறோம். இயேசுவின் வாழ்வு சாவுக்குரிய எங்கள் உடலில் சாவின் வாழ்வை கொண்டிருக்கிறோம். ஆண்டவர்களோடு இருப்பாராக. தூய மத்திய எழுதிய நற்செய்தியிலிருந்து வாசகம்.
எங்கள் ஆண்டவராகிய கிறிஸ்து வழியாக உம்மை மன்றாடுகிறோம். ஆண்டவர் உங்களோடு இருப்பாராக. இதயங்களை மேலே எழுப்புங்கள். അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവാണ്. റൂമിലേക്ക് പോകുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ രാത്രി അവിടെ ഫുള്ളിങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് ആ ഒരു ബിൽഡിംഗ് ഫുള്ള് ഭയങ്കര കളറാക്കി വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ചോറ്, ചിക്കൻ കറി ഉണ്ടായിരുന്നു, പിന്നെ ബീൻസ് തോരൻ ഉണ്ടായിരുന്നു, സാമ്പാർ ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. പിന്നെ രാത്രി സാമ്പാർ അധികം എടുത്തില്ല, എനിക്ക് തോന്നുന്നു അവർ പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാണെന്ന് ഞങ്ങളിങ്ങനെ ഗസ് ചെയ്തു. കറക്റ്റായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഇഡ്ഡലി സാമ്പാറായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വൈകിട്ട് ബീച്ചിലൊക്കെ പോയി, പള്ളിയിലൊക്കെ പോയി. പള്ളിയിലെ വീഡിയോസ് അധികം എടുക്കാൻ പറ്റില്ല. പള്ളിയിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റും. താഴത്തെ പള്ളിയിൽ മെയിനായിട്ട് പോകാം, മെയിൻ പള്ളി ഉണ്ടല്ലോ, അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. കുർബാനയ്ക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ആ ഒരു പള്ളിയിലാണ് ഇപ്പോൾ മെയിനായിട്ട് കുർബാന നടക്കുന്നത്, തമിഴ് കുർബാനയല്ല. അപ്പോൾ ആ കുർബാനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കുമായിരുന്നു. അതുകൊണ്ട് ആ പള്ളിയിലേക്ക് ഞങ്ങൾക്ക് ഇപ്രാവശ്യം കയറാനേ പറ്റിയില്ല. പിന്നെ പൊക്കത്തെ അങ്ങോട്ടേക്ക് പോകാനുള്ള എൻട്രൻസ് ലോക്ക് ചെയ്ത് വിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് പൊക്കത്തെ പള്ളിയിലേക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഡേ 2 ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെയോ അല്ലെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ഓളും കൂടെ അമർത്തുക, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇനിയും കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ഡേ 3 വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും സ്റ്റേ ട്യൂൺ. ബൈ ബൈ.